വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പല പല ഹോട്ടലുകളിലേക്ക് കയറാനും പല പല തരത്തിലുള്ള രുചികൾ ടേസ്റ്റ് ചെയ്യാനും ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്. പക്ഷേ കണ്ണൂർ ടൗണിൽ ഒരുപാട് ദൂരെയാണ് കേട്ടോ. അപ്പോൾ എന്തിനെങ്കിലും വേണ്ടി കണ്ണൂർ ടൗണിലേക്ക് പോയി കഴിയുമ്പം പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലുമൊക്കെ ഹോട്ടലുകളിൽ കയറി പുതിയ പുതിയ രുചികളൊക്കെ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യം പോയപ്പം ഒരു വെറൈറ്റി ഒന്ന് വെച്ച് പിടിച്ചാലോ എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോവാം, ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ഹോട്ടലിൽ പോവാം, നമുക്കൊന്ന് ബീച്ച് സൈഡിലേക്ക് ഒന്ന് വെച്ച് പിടിച്ചാലോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പോവാണ് കേട്ടോ. ഇന്ന ഹോട്ടലിൽ പോകണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഏരിയയിലേക്ക് അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ആ സൈഡിലത്തെ വീഡിയോസ് എടുത്തിട്ടില്ല, കുറേ ഏരിയ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അത് കണ്ണൂർ അവിടെയൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ ആ ഏരിയ, അതായത് ബീച്ചിലേക്ക് പോകുന്ന ആ വഴി, ആ റോഡും ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള വീടുകളും പിന്നെ റോഡിന് രണ്ട് സൈഡിലായിട്ട് നിറയെ മരങ്ങളും തണലും ഒക്കെ ആയിട്ട് തന്നെ ആ ഭംഗിയെ കാണാമെന്നറിയാമോ. അത് ഞാൻ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ കേരളത്തിലാണെങ്കിലും പല പല ബീച്ചുകളിലൊക്കെ ടൂറിനൊക്കെ പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും കണ്ണൂർ ബീച്ചിൻ്റെ ആ സൈഡിലേക്കൊക്കെ പോകുമ്പോഴുള്ള അവിടെയുള്ള ആ ഒരു റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, നല്ല റോഡ്, ആവശ്യത്തിന് വീതിയൊക്കെയുള്ള നല്ല റോഡ്, നല്ല വൃത്തിയും നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയെ കാണാമെന്നറിയാം. അപ്പോൾ ആ സൈഡിലത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അതും വിട്ട് ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലേക്ക് പോന്നു. അപ്പോൾ അതുവഴി ഞങ്ങളങ്ങനെ വെച്ച് പിടിച്ച് മുന്നോട്ട് പോയപ്പം ഒരു ഹോട്ടൽ കണ്ടു, ദ കണ്ണൂർ ക്ലബ്. അവിടോട്ടൊക്കെ കയറി കേട്ടോ. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഉച്ചഭക്ഷണം അവൈലബിൾ ആണ്, കയറിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുള്ളിൽ ചെന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു കിട്ടും. അപ്പം അവിടെയും സാധാരണ എല്ലാ ഹോട്ടലുകളിലും പോലെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 20 മിനിറ്റോളം എടുക്കും ഭക്ഷണം റെഡിയായി വരാനെന്ന് പറഞ്ഞു. അപ്പം സാധാരണ എവിടെയെങ്കിലും കയറി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കൊരു മടുപ്പായിരിക്കും, അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ എന്നോർക്കും. ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും എത്ര പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ 20 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത് കേട്ടോ. കാരണം അവിടെ പുറത്തോടെ പിള്ളേർക്കാണെങ്കിൽ ഓടിക്കളിക്കാൻ മാത്രം സൗകര്യം, ഊഞ്ഞാലുണ്ട്, നല്ല തണലുണ്ട്, ആ തണലത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്ന് കാണാം. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി, അടിച്ചു പൊളിച്ചു എന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരത്തിന് ആ ഭക്ഷണം കിട്ടുന്ന അത്രയും നേരത്തിന് മോനാണെങ്കിൽ കുറേ ഓടി കളിച്ചു, ഊഞ്ഞാലൊക്കെ ആടി, സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടു. അതായത് അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പോകാനുള്ള സ്വിമ്മിംഗ് പൂളും സംഭവങ്ങളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. പിന്നെ എന്താണ്, ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് ആ ഒരു ഭംഗി പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ. അവിടെ വേറെ അതിൻ്റെ മുമ്പിലായിട്ട് ഇത് കണ്ടില്ലേ, വേറെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഇപ്പോൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പം നമുക്കിത് കണ്ടുകൊണ്ട് നമ്മളുടെ കടലിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പം അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. ഭക്ഷണം അടിപൊളിയായിരുന്നു, ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. നല്ല ഒരു ഹോട്ടൽ, നല്ല ഭക്ഷണം, നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല പോലെ ആസ്വദിച്ചങ്ങ് കഴിച്ചു.